ഈ പറഞ്ഞ ടി ജി മോഹൻദാസിൻ്റെ ഈ പരാമർശങ്ങൾ വരുന്നത്. ഇതുവരെ പോലീസ് കേസെടുത്ത ആരും നടത്തിയതിനേക്കാൾ ഏറ്റവും നികൃഷ്ടമായ പരാമർശങ്ങൾ നടത്തിയ ആളാണ് സോഷ്യൽ മീഡിയയിലൂടെ ടി ജി മോഹൻദാസ്. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം സനീഷ് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. അത്തരം വൃത്തികെട്ട പരാമർശങ്ങൾ നടത്തിയ ഒരാളെ ഇങ്ങനെ സംരക്ഷിച്ച് പൊതിഞ്ഞ് രക്ഷിക്കുകയാണ് പോലീസ് ചെയ്തത്, രമേശ് ചെന്നിത്തലയുടെ പോലീസ്. അത് എടുത്തു പറയണമല്ലോ. കോടതിയുടെ നിലപാട് കൊണ്ടാണ് ഇപ്പോൾ 3 ദിവസം അയാൾക്ക് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വരുന്നത് എന്നുള്ളത് ഒഴിച്ചാൽ മറ്റെല്ലാ അർത്ഥത്തിലും ടി ജി മോഹൻദാസിന് വേണ്ടി പണിയെടുക്കുകയായിരുന്നു പോലീസ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം വളരെ കൃത്യമായി ഈ രാമിൻ്റെ കേസിൽ അത് വലിയ ചർച്ചയായതാണ്. അതിൽ വീഴ്ച സംഭവിച്ചിരിക്കുന്നു പോലീസിന്. അത് വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നാലെ ഓടിച്ചിട്ട് വീണ്ടും കോടതിയിൽ നിന്ന് വെറുതെ വിട്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും പിടിച്ചുകൊണ്ട് പോകാൻ നോക്കി, വഴിയിൽ ഇറക്കി വിട്ടു. ഈ സീനുകളെല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ്, ഈ കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന്. അത് പിന്നെയും അങ്ങനെ തന്നെ എങ്ങനെ ആവർത്തിക്കും? അതൊരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ നേതൃത്വം നൽകുന്ന ഒരു നടപടിയിൽ എങ്ങനെയാണ് ആ പിഴവുകൾ ആവർത്തിക്കുക? ഇതിന് ഉത്തരം പറയിപ്പിക്കേണ്ടത് രമേശ് ചെന്നിത്തലയാണ്. പറയിപ്പിക്കാൻ അദ്ദേഹത്തിന് ധൈര്യമുണ്ടെങ്കിൽ അദ്ദേഹം ഇതിന് ഉത്തരം പറയിപ്പിച്ച് തന്നെ വേണം പോകാൻ. കാരണം ഇത് ഏതെങ്കിലും ഇപ്പോൾ ഇടതുപക്ഷ പ്രവർത്തകർക്കെതിരെയോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കെതിരെയോ ജെൻസി ചെറുപ്പക്കാർക്കെതിരെയോ മാത്രമുള്ള ഒരു പരാമർശമായി നമുക്ക് കാണാൻ കഴിയില്ല. അതിനപ്പുറത്ത് ഇത്, അതായത് കഴുത്തിറക്കിയുള്ള ടീഷർട്ട് ഇടുന്ന പെണ്ണുങ്ങളെല്ലാം ബലാത്സംഗം ആഗ്രഹിക്കുന്നവരാണെന്നുള്ള വൃത്തികേട് പറയുന്ന 71-കാരനാണ് ഈ ടി ജി മോഹൻദാസ്. അപ്പോൾ അത്തരത്തിൽ അതുകൊണ്ട് ബലാത്സംഗം ചെയ്യാം, കുഴപ്പമില്ല, അവരെ ആസ്വദിച്ചോളുമെന്ന്. ഇമാതിരി ഒരു വിവരദോഷിയല്ലല്ലോ ഇത്തരത്തിലുള്ള അയാൾക്ക്. ഇത്തരത്തിൽ സമൂഹത്തിൽ ഇങ്ങനെ ഈ ഛിദ്രമുണ്ടാക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുക കൂടിയാണല്ലോ അയാൾ ചെയ്യുന്നത്, വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ട്. അപ്പോൾ അതിനെതിരെ കർശനമായ നടപടി തീർച്ചയായും വേണം. ഈ മയക്കുമരുന്നിനേക്കാൾ ആളുകളിലേക്ക് പടർന്നു പിടിക്കുന്ന ഒരു സംഗതി ഇത് തന്നെയാണ്, ഈ വിദ്വേഷ പ്രചാരണം തന്നെയാണ്. ആ വിദ്വേഷ പ്രചാരണത്തെ തടയാൻ പോലീസിന് കഴിയുന്നില്ലെങ്കിൽ രമേശ് ചെന്നിത്തല ഇനി എത്ര തൂഫാനോ എത്ര വിസിലടിച്ചിട്ടും കാര്യമില്ല, അതുകൊണ്ടൊന്നും കാര്യമില്ല. ഇക്കാര്യത്തിൽ നടപടിയാണ് വേണ്ടത്. ചോദ്യം ചോദിക്കണം. കാരണം സനീഷ്, ഇത് ഈ ബാക്കി എത്ര പേര്, ടി ജിസ്മോനാണ് ആദ്യം പരാതി കൊടുത്തയാൾ, AIYF നേതാവ് ടി ജിസ്മോൻ മുതൽ ഇങ്ങോട്ട് എത്രയോ പേരുടെ SFI പരാതി കൊടുത്തു, യൂത്ത് കോൺഗ്രസ് പരാതി കൊടുത്തു ഈ കേസിൽ. അപ്പോൾ ഇങ്ങനെ ഇവരുടെ എല്ലാം പരാതി അവിടെ നിലനിൽക്കുകയാണ്. ഒരു SDPI നേതാവിൻ്റെ പരാതി എടുത്ത് പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോയിരിക്കുന്നത്. ദുഷ്ടബുദ്ധി ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ആളെന്ന് കണക്കാക്കുന്ന, സ്വയം വിചാരിക്കുന്ന ഈ ടി ജി മോഹൻദാസിനെതിരെ SDPIക്കാരൻ്റെ പരാതിയിൽ കേസ്. ആ പോലീസിന്റെ ദുഷ്ടബുദ്ധി എത്രത്തോളം പോയി എന്നാലോചിച്ചു. അതാണ് ഇത് ടി ജിസ്മോൻ പോലീസിൽ വിളിച്ച് അന്വേഷിച്ചു ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന്. അപ്പോൾ അത് എവിടെയോ DGPക്ക് നേരത്തെ അയച്ച പരാതിയോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു കാരണം പറഞ്ഞ് ഒഴുക്കൻ മട്ടിൽ തള്ളുകയാണ് അവർ ചെയ്യുന്നത്. അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ എങ്ങനെ കേസെടുത്താൽ നടപടി ഉണ്ടാകും എന്നുള്ളതിനെക്കുറിച്ച് കോടതി ഈ കാര്യത്തിൽ കോടതിയെ ബോധ്യപ്പെടുത്താവുന്ന തരത്തിൽ എങ്ങനെ കേസെടുക്കാമെന്ന് അറിയാത്തവരൊന്നുമല്ല പോലീസ്. ഇപ്പോൾ എന്നോടോ സനീഷിനോടോ ഒരു വൈരാഗ്യം തോന്നിയാൽ പിടിച്ചകത്തിടണമെങ്കിൽ 10,000 വകുപ്പുകൾ കൃത്യമായി കണ്ടെത്തി ഒരു തരത്തിലും ഊരാതെ പൂട്ടാൻ ഈ പോലീസിന് അറിയാം. പക്ഷേ ആ പോലീസാണ് ഈ കാര്യത്തിൽ ഈ അഴകുഴമ്പൻ നിലപാടെന്നല്ല, ഈ ലൂപ്പ് ഹോൾ ഉണ്ടാക്കി കൊടുത്തത്, കഷ്ടപ്പെട്ട് പണിയെടുത്ത് ലൂപ്പ് ഹോൾ ഉണ്ടാക്കി ടി ജി മോഹൻദാസിനെ പുറത്തിറക്കിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല ഇത്രയും ദീർഘമായി കോടതിയിൽ പോയിട്ട് കോടതിയെ എങ്ങനെ ബോധ്യപ്പെടുത്തുക? ഈ പരാതി ഇത്രയും കിട്ടിയിട്ട് ഇത്രയും 10-15 ദിവസത്തിന് ശേഷം ഒരു നടപടി സ്വീകരിക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് തിടുക്കമില്ല, ഇത് അത്രയും ഗൗരവം നിങ്ങൾ കൊടുക്കുന്നുള്ളൂ പോലീസ്. അതുകൊണ്ടല്ലേ എന്നല്ലേ കോടതി സ്വാഭാവികമായും മനസ്സിലാക്കുക. ഇത്രയും കാലതാമസം എടുത്തുകൊണ്ട് പിന്നെ ഇതിൻ്റെ ഡിജിറ്റൽ തെളിവുകൾ ഒക്കെ പിടിച്ചെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇയാളെ കസ്റ്റഡി എടുക്കണം. കസ്റ്റഡി എടുക്കുമ്പോൾ തന്നെ ഈ ലാപ്ടോപ്പും ഫോണും ഒക്കെ കയ്യിലെടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് കൂടുതൽ കാരണങ്ങൾ പറയുന്നതൊന്നും കോടതിയുടെ മുന്നിൽ നിൽക്കില്ല. അതിന് പകരം എന്താണ് വേണ്ടത്? കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കുക എന്നുള്ളതാണ് വേണ്ടത്. ആ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല. ഒറ്റ കാര്യം പറ്റാ, അതായത് നാളെ ഇപ്പോൾ വാർത്താ സമ്മേളനം മുഖ്യമന്ത്രിയുടെ ഉണ്ട്, സ്വാഭാവികമായിട്ടും പത്രക്കാർ ഇത് ചോദിക്കും. അപ്പോൾ അദ്ദേഹം ഇതിൽ ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ചകളെ പറയാനൊരു സാധ്യത ഞാൻ കാണുന്നില്ല. ആ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു വകുപ്പിനെ കുറിച്ച് അദ്ദേഹം പറയാൻ ഒരു സാധ്യതയില്ല. പക്ഷേ അദ്ദേഹം, ഞാൻ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയാണ്, അദ്ദേഹം ഇയാൾ ഈ നടത്തിയിരിക്കുന്നത് നിന്ദ്യമായിട്ടുള്ള പരാമർശമാണ് എന്ന് പറഞ്ഞ് നല്ല ഭാഷയിൽ വാക്കിൽ ഇതിനെ തള്ളി പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം നാളെ വാർത്താ സമ്മേളനം നടത്തും, ചോദ്യങ്ങൾ ഉറപ്പായിട്ടും വരും, ഇതുമായി ബന്ധപ്പെട്ട് വരും. ഇതിൽ രമേശ് ചെന്നിത്തലയോ ആഭ്യന്തര വകുപ്പിനെയോ പോലീസിനെയോ കുറ്റപ്പെടുത്താൻ ഒരുപക്ഷെ VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നതുകൊണ്ട് സാധ്യമായി എന്ന് വരില്ല, അദ്ദേഹം അത് ആഗ്രഹിക്കുന്നുണ്ടാവില്ല. പക്ഷേ ഇയാൾ ഈ പറഞ്ഞത് വർത്തമാനം മോശമാണെന്നൊരു വാക്ക് മുഖ്യമന്ത്രി പറയുമെന്ന് പ്രതീക്ഷിക്കുന്ന അനേക കാര്യങ്ങളിൽ ഒരാളാണ് ഞാൻ. ഇതിനകത്ത് ഒരു കാര്യമുണ്ട് സനീഷ്, ഇത് ഈ അറസ്റ്റ് പോലും നടക്കില്ലായിരുന്നു. ഈ അർജുൻ ആംഗിക്കെതിരെ പോലീസിന്റെ ഈഗോയെ ഹർട്ട് ചെയ്തു. അയാൾ മറ്റേ ക്രിമിനൽ, കണ്ണൂരിൽ നിന്നുള്ള അർജുൻ ആംഗി എന്ന് പറയുന്ന അയാൾ ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. അയാൾ പോലീസിൻ്റെ ഈഗോയെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയപ്പോൾ പോലീസ് സട്ടക്കൂട്ടം എഴുന്നേറ്റു. എങ്ങനെയെങ്കിലും ഇവനെ പിടിച്ചകത്തിടണം എന്നുള്ള തീരുമാനത്തിൽ വരുന്നു. അത് വലിയൊരു സംഭവമാക്കി മാറ്റുന്നു. ഈ കേരളത്തിൽ ഇതിനേക്കാൾ വലിയ സംഭവങ്ങൾ ആരെല്ലാം ഒപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഓർക്കണം. അപ്പോൾ ഇയാളെ
പിടിച്ചകത്തിടുക എന്നുള്ളത്. അതായത് ആ ഒരു ക്രിമിനലിൻ്റെ വേർഷനാണ് അതിനെ പൂർണ്ണമായും നമ്മൾ ഉൾക്കൊള്ളേണ്ടതില്ല. എങ്കിൽ പോലും അയാൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇവിടെ വന്നെന്തോ റീൽസ് എടുത്ത സമയത്ത് ഏതോ കല്യാണത്തിന് വന്ന സമയത്ത് പോലീസ് പിടിച്ചു എന്നാണല്ലോ അയാൾ പറയുന്നത്. ഏതാണ്ട് ഈ മട്ടിൽ തന്നെ ആ കേസിൽ അയാൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങുകയും ചെയ്തു. അതിനുശേഷം പോലീസിൻ്റെ തുടർ നടപടികൾ ഉണ്ടാകുമ്പോഴാണ് അയാൾ വീഡിയോയുമായിട്ട് വരുന്നത്. അയാൾക്കെതിരെ സടകുടഞ്ഞ് പോലീസ് എഴുന്നേറ്റ് ഇയാളെ ഇട്ട് ഓടിക്കുന്നു, കേരളത്തിൽ കൂടെ മുഴുവൻ ഇട്ട് ഓടിക്കുന്നു. ഈ മട്ടിലെല്ലാം കാര്യങ്ങൾ നടക്കുന്നതിനിടയ്ക്ക് അയാൾ അറസ്റ്റിലാകുമ്പോൾ അയാൾക്ക് ധാരാളം ഫാൻസ് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ. ഇടത് പ്രവർത്തകരുടെ വലിയൊരു പിന്തുണയുണ്ട്. അപ്പോൾ വളരെ രൂക്ഷമായി TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യാത്ത പോലീസ് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസിനെതിരെ ഒരു വിമർശനം സജീവമായി ഉണ്ടായ ആ രാത്രി പോയി പിടിച്ചാണ്, നോട്ടീസ് കൊടുക്കാതെ. അതല്ലെങ്കിൽ അർജുൻ ആയങ്കിയെ പിടിച്ച കേസ് ഉണ്ടായില്ലെങ്കിൽ TG മോഹൻദാസിനെ ഇങ്ങനെ പോലും തൂവൽ കൊണ്ട് തലോടില്ലായിരുന്നു പോലീസ് എന്നാണ് എനിക്ക് തോന്നുന്നത്.